ഗസ മുനമ്പിൽ നിന്നും സാധാരണക്കാരെ ഒഴിപ്പിച്ച് തീരപ്രദേശത്തെ ഉപജീവനമാർഗമാക്കണമെന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരേദ് കുഷ്നർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. പലസ്തീന സ്വന്തം രാജ്യമെന്നത് വളരെ മോശം ആശയമാണെന്നും അത് വീണ്ടും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുമെന്നും കുഷ്നർ പറഞ്ഞു. മുൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിരുന്ന ജാരേദ് കുഷ്നർ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ വിദേശനയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്നു. ആളുകൾ ഉപജീവനമാർഗം കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഗസയുടെ കടൽ തീരത്തെ സ്വത്ത് വളരെ വിലപ്പെട്ടതായിരിക്കും. ഇപ്പോൾ അവിടെ ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ്. എന്നാൽ ഇസ്രായേലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഗസയിലെ ജനത്തെ ഒഴിപ്പിച്ച് അവിടം വൃത്തിയാക്കിയെടുക്കുന്നതിന് ഞാൻ പരമാവധി ശ്രമിക്കും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് കുഷ്നർ വിവാദ പ്രസ്താവന നടത്തിയത്. ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയാൽ സ്വീകരിക്കുന്ന മിഡിൽ ഈസ്റ്റ് നയങ്ങൾ എപ്രകാരമായിരിക്കും എന്നതിന്റെ സൂചനയാണ് കുഷ്നറിന്റെ വാക്കുകളിലുള്ളതെന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗസയിൽ നിന്നുള്ള ജനത്തെ നയപരമായി ദക്ഷിണ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലേക്ക് മാറ്റണം. ഇസ്രായേലിന്റെ നേതൃത്വം തനിക്കായിരുന്നുവെങ്കിൽ റഫായിൽ നിന്നുള്ള ജനത്തെ നയപരമായി ഈജിപ്തിലേക്ക് മാറ്റുന്നതിന് പ്രഥമ പരിഗണന നൽകുമായിരുന്നുവെന്നും കുഷ്നർ വ്യക്തമാക്കി. ഇപ്പോൾ ഗസയിൽ കൂടുതലായി ഒന്നും അവശേഷിക്കുന്നില്ല. ഗസ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമല്ലാത്തതിനാൽ നിർമ്മാണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഗസ ഒരു യുദ്ധാവശിഷ്ടം മാത്രമാണ്. നിങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളിൽ ഗോത്രങ്ങളുണ്ടായിരുന്നു. ഗസയിലും ഈജിപ്ത് ഇവിടെ ഭരിച്ചിരുന്നു. കാലക്രമേണ വിവിധ ഭരണകൂടങ്ങൾ ഇവിടം ഭരിച്ചുവെന്നേ ഉള്ളൂവെന്നും കുഷ്നർ വ്യക്തമാക്കി. പ്രസ്താവനകൾ വിവാദമായതിനെ തുടർന്ന് തന്റെ വാക്കുകളെ ന്യായീകരിച്ച് കുഷ്നർ രംഗത്തെത്തി. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വർഷങ്ങളായി ലഭിച്ച സഹായം ഉപയോഗിച്ച് പലസ്തീൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു പകരം ആ പണം ടണലുകൾ നിർമ്മിക്കുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനുമാണ് പലസ്തീൻ നേതാക്കൾ വിനിയോഗിച്ചത്. എന്റെ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അന്താരാഷ്ട്ര സമൂഹവും പലസ്തീൻ ജനതയും തങ്ങളുടെ നേതൃത്വത്തിൽ നിന്നും ഉത്തരവാദിത്വമുള്ള സമീപനം ആവശ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ ജീവിതം മെച്ചപ്പെടൂ. ജാരേദ് കുഷ്നർ എക്സിൽ കുറിച്ച വാക്കുകളാണിത്. മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗസ ഇസ്രായേലിനും പലസ്തീനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഗസയിൽ ആദ്യമായിട്ടല്ല റിയൽ എസ്റ്റേറ്റുകളുടെ കണ്ണുപതിയുന്നത്. 2023 വിവിധ ആക്രമണങ്ങളിൽ ഗസയിൽ മരണനിരക്ക് 20,000 കവിഞ്ഞപ്പോഴായിരുന്നു കടൽ തീരത്ത് ഒരു വീടെന്നത് ഇനി സ്വപ്നമല്ല എന്ന പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. ഹാരി സഹേവ് എന്ന ഇസ്രായേലി റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിരുന്നു ഇതിന് പിന്നിൽ. പലസ്തീനെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന ആരോപണം നിലനിന്നിരുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു. ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റുകൾ അനധികൃതമായി നടത്തുന്ന സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്നവർ പലസ്തീൻ സമൂഹത്തിന്റെ വീട് ആക്രമിക്കുന്നതടക്കമുള്ള നശീകരണ പ്രവൃത്തികൾ ചെയ്തിരുന്നു. വംശീയവാദവും മതവെറിയും തകർത്തെറിയുന്ന ജീവനുകളുടെ മേലാണ് റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങളുടെ കണ്ണും. ഒരു വശത്ത് വംശഹത്യയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന നിസ്സഹായരായ കുട്ടികളടക്കമുള്ള ജനത, മറുവശത്ത് കുട്ടികളുടെ ശവപ്പറമ്പായിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ ബീച്ച് ടൂറിസം വളർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന അതിസമ്പന്നർ. മിസൈൽ മഴ പെയ്യുന്ന ഗസയിൽ അതിജീവനത്തിന്റെ പോരാട്ടം നടത്തുന്ന നിസ്സഹായരായ സാധാരണക്കാരായ മനുഷ്യരെ ഒഴിപ്പിച്ച് ഗസ കടൽ തീരത്തെ വിനോദസഞ്ചാരത്തിനു വേണ്ടി ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ നിസ്സഹായരായ പലസ്തീൻ ജനതയുടെ നിലനിൽപ്പിന് അന്താരാഷ്ട്ര സമൂഹം ഏത് രീതിയിൽ ആരെ പിന്തുണച്ച് നിലകൊള്ളുമെന്ന ചോദ്യമാണ് ഉയരുന്നത്.